MCO24-ൻ്റെ 7-ാമത്തെ യൂണിറ്റ് CSR ഇൻ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ്, അന്താരാഷ്ട്ര തലത്തിൽ CSR. 1960 തന്നെ ഏകദേശം അന്താരാഷ്ട്ര തലത്തിൽ ബിസിനസ്സുകളിൽ ഈ CSR ഡെവലപ്പായി വന്നിട്ടുണ്ട്. പല ബിസിനസ്സുകളും അവരുടെ കോർപ്പറേറ്റ് സ്ട്രാറ്റജിയിൽ ഈ ഒരു CSR ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവരൊക്കെ ബിസിനസ്സിൻ്റെ പ്രധാന ഗോൾ പഴയകാലത്ത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് മാറ്റിയിട്ട് സമൂഹത്തിന് ഒരു സേവനം ചെയ്യുക എന്നൊരു തരത്തിലേക്ക് പലരും എത്തിയിട്ടുണ്ട്. എന്നാൽ 1990 ലോകത്തിൽ CSR അതൊരു ആഗോളതലത്തിന് വളരെ പോപ്പുലറായി മാറി. 1990 CSR ഇല്ലാതെ ബിസിനസ്സുകൾക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയ്ക്ക് ബിസിനസ്സുകളൊക്കെ എത്തി. ഇപ്പോൾ ബിസിനസ്സുകൾ വെറും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നല്ല, സെർവ് ദ സൊസൈറ്റിയെ ബിസിനസ്സുകൾ സേവ് ചെയ്യണം എന്ന ഒരു സ്ലോഗനിലേക്ക് ആഗോളതലത്തിൽ ബിസിനസ്സുകൾ തന്നെ എത്തി. കാരണം അതുകൊണ്ട് ആത്മാർത്ഥമായ ഉദ്ദേശം മാത്രമല്ല, മറിച്ച് എന്നാലേ ബിസിനസ്സുകൾക്കൂടെ പിടിച്ചെടുക്കാൻ പറ്റൂ എന്ന് ബിസിനസ്സുകാർ മനസ്സിലാക്കി എന്നതാണ് അതിൻ്റെ സത്യം. അതിൻ്റെ കാരണം, ഒരു ബിസിനസ്സും റിസോഴ്സുകൾ ഉണ്ടാക്കുന്നില്ല, മറിച്ച് ഇവിടുത്തെ പ്രകൃതിയിലുള്ള സമൂഹത്തിൻ്റെ റിസോഴ്സുകൾ മാറ്റം വരുത്തിയിട്ട് പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നോ വൺ ക്രിയേറ്റ് ദ റിസോഴ്സ്. റിസോഴ്സുകൾ ആരും ഉണ്ടാക്കുന്നില്ല, മറിച്ച് അവരൊക്കെ ചെയ്യുന്നത് ഒരു റീക്രിയേഷനാണ്, അല്ലെ റീഫേസാണ്, അല്ലെ റീപ്രൊഡ്യൂസറാണ്, അല്ലെ അവരൊരു മീഡിയേറ്റ് ആവുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ റിസോഴ്സ് ഉപയോഗിച്ച് ബിസിനസ് നടത്തുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് സമൂഹത്തിനോട് കടമയുണ്ട്. അതുപോലെ തന്നെ CSR എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് കമ്പനീൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. സമൂഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന സ്ഥാപനത്തിൻ്റെ എംപ്ലോയീസ് തന്നെയാണ്. കാരണം അവർ സമൂഹത്തിൽപ്പെട്ടതാണ്, സ്ഥാപനത്തിനോട് ഏറ്റവും അടുത്ത സമൂഹമാണല്ലോ അവർ. അതുപോലെ കസ്റ്റമേഴ്സ്, സൊസൈറ്റി, ദ വേൾഡ്, അല്ലേ, മൊത്തം സൊസൈറ്റി. ഇങ്ങനെ ഇവരാണ് ഒരു CSR എന്നാണ് കമ്പനീൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയീസിനോടുള്ള റെസ്പോൺസിബിലിറ്റി, കസ്റ്റമേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി, സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി. അതുപോലെ ലോകത്തുനിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധുക്കളായ ആൾക്കാർ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും യുദ്ധങ്ങളും പ്രശ്നങ്ങളും, കുട്ടികളും വുമണും ചിൽഡ്രനൊക്കെ അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വേറെ നടക്കുന്നുണ്ട്. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, അതുപോലെ എക്കണോമിക് ഡൗൺ ടേൺ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ബിസിനസ്സുകൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും സമൂഹത്തിന് വേണ്ടി. സമൂഹത്തിലുള്ള ഈ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണേണ്ട ഒരു ഉത്തരവാദിത്വം ഓൾമോസ്റ്റ് ബിസിനസ്സുകൾക്കുണ്ട്. കാരണം ഈ സമൂഹത്തിൻ്റെ റിസോഴ്സ് ഉപയോഗിച്ചിട്ടല്ലേ ബിസിനസ്സുകൾ നടത്തുന്നത്. അപ്പോൾ ആ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്കും ഒരു കടമയുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന പോവർട്ടി ആയാലും അൺഎംപ്ലോയ്മെൻ്റ് ആയാലും യുദ്ധങ്ങളായാലും ബിസിനസ്സുകൾക്ക് അവർക്കത് ഇടപെട്ട് ഒരുപാട് അതിൽ മാറ്റം വരുത്താൻ സാധിക്കും എന്നൊക്കെയാണ് ഇൻ്റർനാഷണൽ തലത്തിൽ നമുക്ക് ഈ CSRനെ പറ്റി പറയാനുള്ളത്. CSRനെ പറ്റിയിട്ട് 2 പേഴ്സ്പെക്റ്റീവ് ധാരണകളുണ്ട്. നമ്പർ 1, പഴയകാല പേഴ്സ്പെക്റ്റീവ്. അത് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതിന് ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം വാല്യൂ ഉണ്ടാക്കുക, അല്ല സമൂഹത്തിനോട് കടമയൊന്നുമില്ലല്ലോ. മോഡേൺ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ അല്ല, ബിസിനസ്സിന് വെറും ഷെയർ ഹോൾഡേഴ്സ് മാത്രം, സ്റ്റോക്ക് ഹോൾഡേഴ്സ് മാത്രമല്ല, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അതിൽ താല്പര്യമുള്ള എല്ലാവരെയും ബിസിനസ് നോക്കണം, സമൂഹത്തിനോടും ബിസിനസ്സിന് ബാധ്യതയുണ്ട് എന്ന ഒരു സങ്കല്പമാണ് രണ്ടാമത്തത്, മോഡേൺ പെർസ്പെക്റ്റീവ് എന്നുള്ളത്. നെക്സ്റ്റ്, വളരെ പ്രധാനപ്പെട്ട ഈ ഒരു യൂണിറ്റിലെ ഏതൊരു യൂണിറ്റ് ഒരു പ്രധാനപ്പെട്ട 1-2 ഭാഗങ്ങളുണ്ടാവും. ആ യൂണിറ്റാണ് എക്സാമിന് ചോദിക്കുക. ആ ഒരു ഭാഗമാണ് എക്സാമിന് ചോദിക്കുക. ഇവിടെ ഈ 2 ഏറ്റവും പ്രധാനപ്പെട്ടതാണ് CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമുക്കറിയാലോ, അടുത്തൊരു തലമുറക്ക് ദോഷകരമല്ലാത്ത രൂപത്തിലുള്ള നമ്മുടെ ലോകത്തിൻ്റെ വളർച്ച, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ വളർച്ച, അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ആർക്കും പ്രശ്നം ഉണ്ടാക്കാത്ത രൂപത്തിലുള്ള വളർച്ച. അപ്പോൾ നമ്മുടെ യുണൈറ്റഡ് നാഷണൽ UN അവർ കുറച്ച് ഗോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 17ഓളം ഗോളുകൾ അവരുണ്ടാക്കിയിട്ടുണ്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ലോകത്തിൻ്റെ നല്ലൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ ആഗോള രാജ്യങ്ങൾ കൂടിയിട്ട് ഒരു 17 ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2030 കൂടിയിട്ട് അത് കരസ്ഥമാക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഏകദേശം 193 കൺട്രീസ് ഈ ഒരു ലക്ഷ്യം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രയത്നിക്കാം എന്ന് അവർ അഗ്രി ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട 17 ഗോളുകൾ? നമ്പർ 1, എക്കണോമിക് ഗ്രോത്ത്. നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, സാമ്പത്തിക പുരോഗതി ഉണ്ടാവണം. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, ഇല്ലേ, അതേപോലെ സോഷ്യൽ ഇൻക്ലൂഷൻ,
ആ 17 ആ 17 ഒരു പിന്നെ ത്രീ മൂന്നാക്കി തിരിച്ചതാണ്. അതായത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ 3 ഭാഗങ്ങൾ: എക്കണോമിക് ഗ്രോത്തും, പിന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനും, അതുപോലെ തന്നെ സോഷ്യൽ ഇൻക്ലൂഷനും. ഇങ്ങനെ 3 ഫേസാണ് ശരിക്കും ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉള്ളത്. ഈ 3 ഫേസുകളും കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് 17 ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു 17 അവിടെ പറയുന്നുണ്ട്: നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് എന്നിട്ട് 17 അവിടെ പറയുന്നുണ്ട്. നമുക്ക് വായിച്ചാൽ മതി. അപ്പോൾ ഈ 17 എന്തിനാ ഇവിടെ ചർച്ച ചെയ്യുന്നത്? എന്തിനാ ഈ 17 കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സൊസൈറ്റി മൊത്തവും, അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ ബിസിനസ്സുകാരും, അതുപോലെ ഇവിടുത്തെ ഗവൺമെൻറ്റുകളും എല്ലാവരും ഇറങ്ങണം. അങ്ങനെ വെക്കുമ്പോൾ ഇവിടുത്തെ ബിസിനസ്സുകളിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈ 17 കരസ്ഥമാക്കൽ അവരെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അതാണ് CSRും പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ SDGs എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ UN ഉണ്ടാക്കിയ കുറച്ച് ഏകദേശം രാജ്യങ്ങളൊക്കെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച ഒരു 17 ഗോൾസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട്. അപ്പോൾ അത് കരസ്ഥമാക്കാൻ കമ്പനീസും എല്ലാവരും ഇറങ്ങണം എന്നർത്ഥം. അപ്പോൾ അത് കോർപ്പറേറ്റുകളുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ആ ഗോൾ അച്ചീവ് ചെയ്യുന്നത്. ഇനി SDGsഉം CSR ഇൻ ഇന്ത്യ. നമ്മൾ ഈ 193 കൺട്രി എന്ന് പറഞ്ഞാൽ ആ കൺട്രീസ് ഇന്ത്യയും പെട്ടിട്ടുണ്ട്. ഈ ഒരു അജണ്ട 2030 ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഒപ്പിട്ട രാജ്യങ്ങളിൽ ഇന്ത്യയും പെട്ടിട്ടുണ്ട്. ഈ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ ഞങ്ങളും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ നാഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു ചിന്തയുടെ കൂടെ തന്നെ ഈ SDSഉം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളും അച്ചീവ് ചെയ്യാൻ ഇന്ത്യ ഗവൺമെൻറ് പരിശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ വെറൈറ്റീസായ പോളിസീസും